പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പിരിച്ചുവിടൽ നോട്ടീസിന് മറുപടി നൽകി സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്ന്. താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റല്ല, ചട്ടപ്രകാരമുള്ള അന്വേഷണം നടത്തി പിരിച്ചുവിടാനുള്ള അന്തസ് വേണമെന്നും സേനയിലെ ദുഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രതികരിച്ചതെന്നും ഉമേഷ് വള്ളിക്കുന്നിന്റെ മറുപടി. KB രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് വിശദീകരണം? ആര്യ, തുടർച്ചയായ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉമേഷ് വള്ളിക്കുന്നിന് പിരിച്ചുവിടാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ 15 ദിവസത്തിനകം അറിയിക്കണമെന്ന് കാട്ടിയുള്ള നോട്ടീസ് അയച്ചിരുന്നത്. അതിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ ഉമേഷ് വള്ളിക്കുന്ന് നൽകിയിരിക്കുകയാണ്. അതായത് ഈ 11 കുറ്റങ്ങളാണ് ഉമേഷ് വള്ളിക്കുന്നിനെതിരെ ഈ നോട്ടീസിൽ SP ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിന് മറുപടി നൽകുകയാണ്. താൻ ചെയ്ത കാര്യങ്ങളൊന്നും തെറ്റല്ല, മറിച്ച് സേനയിലെ തെറ്റായ രീതികളെയും പ്രവണതകളെയുമാണ് തുറന്നു കാട്ടാൻ ശ്രമിച്ചിരുന്നത് എന്നടക്കമാണ്. സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന പോസ്റ്റുകളാണ് പ്രധാനമായും കുറ്റങ്ങളായി പറഞ്ഞിരുന്നത്. അതായത് പോലീസിൽ യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാകാറില്ല, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെയും അതുപോലെ സേനയിലെ തീരുമാനങ്ങളെയും വിമർശിച്ച് പോസ്റ്റുകൾ ഇടാറില്ല. പക്ഷേ ഉമേഷ് വള്ളിക്കുന്ന് തുടർച്ചയായി അത് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള 11 കുറ്റങ്ങളാണ് 2017 യതീഷ് ചന്ദ്രയ്ക്കും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിക്കും കുടപിടിച്ചു കൊടുത്ത ഒരു പോലീസുകാരനെ വിമർശിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള പല കുറ്റങ്ങളാണ് ഈ നോട്ടീസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിലൊക്കെ മറുപടി പറയുന്നുണ്ട്. ചെയ്ത കാര്യങ്ങളൊന്നും തെറ്റല്ല, പോലീസിലെ തെറ്റിനെ തുറന്നു കാണിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നാണ് ഉമേഷ് വള്ളിക്കുന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഉമേഷ് വള്ളിക്കുന്ന് ഇതിൽ പറയുന്നത് താൻ ഏത് വിധത്തിലുള്ള മറുപടി നൽകിയാലും നൽകിയ മറുപടി തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തന്നെ പോലീസിൽ നിന്ന് പുറത്താക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നതുകൂടിയാണ്. അതുകൊണ്ട് പോലീസിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ അതിൽ താൻ അഭിമാനിക്കുന്നു എന്ന ഒരു വരിയോടുകൂടിയാണ് ഏതായാലും ഈ മറുപടി ഉമേഷ് വള്ളിക്കുന്ന് നൽകിയിട്ടുള്ളത്. ആറന്മുള സ്റ്റേഷനിലാണ് ഒടുവിലായി ഉമേഷ് വള്ളിക്കുന്ന് ജോലി ചെയ്യുന്നത്. സീനിയർ സിവിൽ പോലീസുകാരനാണ്, പക്ഷേ 18 മാസമായി സസ്പെൻഷനിലുമാണ്. ഏതായാലും ഉമേഷ് വള്ളിക്കുന്നിനെ പുറത്താക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ട്രൈബ്യൂണലിനെ സമീപിക്കും എന്നുകൂടിയാണ് ഉമേഷ് പറയുന്നത്. ആര്യ.